ഇന്ന് നമുക്കല്പം മട്ടൻ കറിയും ചീരത്തോരനും വെച്ചാലോ. 1 കിലോ മട്ടൺ എടുക്കുക. അതിൽ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുക. ഗരം മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് എല്ലാവർക്കും എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ ചില്ലി പൗഡറോ കുരുമുളക് പൊടിയോ ചേർക്കാം. നല്ല ഫ്രഷ് കരിവേപ്പില ഉണ്ടെങ്കിൽ അതും നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ വെച്ചതിന് ശേഷം അടുപ്പത്തേക്ക് വെക്കുക. മട്ടൺ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഒരു 5 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ കേട്ടതിന് ശേഷം ഓഫ് ചെയ്യുക. കറിക്ക് വേണ്ടി ഞാനിവിടെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, 2 പച്ചമുളകും. എന്നിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഉള്ളിയും പച്ചമുളകും അതിലിട്ട് നല്ലപോലെ വഴറ്റുക. ഇനി ആ വഴറ്റിയ ഉള്ളിയിലേക്ക് ഈ വേവിച്ച മട്ടൺ മിക്സ് ചെയ്യുക, നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ്സ് ആ വെള്ളത്തിൽ ലോ ഫ്ലെയിമിൽ തിളപ്പിക്കുക. ഇനി നിങ്ങൾക്ക് ഇത്തിരി ചാറ് കൂടുതൽ വേണമെങ്കിൽ ശകലം വെള്ളം ഒഴിച്ച് വേവിക്കുക. അങ്ങനെ മട്ടൻ കറി റെഡിയായി. നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ടെന്ന്. ഇനി ഒരു ചീരത്തോരനും കൂടി ആയാലോ. നല്ല ഫ്രഷ് ചീര കിട്ടി. അപ്പോൾ ആദ്യമേ അതിൻ്റെ ചെറിയ തണ്ടുകൾ അരിഞ്ഞ് മാറ്റി വെച്ച് പിന്നെ ഇലകളും അരിഞ്ഞ് വെച്ചതിന് ശേഷം പാനിലേക്ക് കടുക് വറുത്തിട്ടു. കടുക് വറുക്കാൻ കുറച്ച് ജീരകം, കുറച്ച് കടുക്, വെളുത്തുള്ളി, കരിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം വേണം. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഇവയെല്ലാം ഇട്ട് ഒന്ന് വഴറ്റുക. കടുക് പൊട്ടിയതിന് ശേഷം ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച ചീര തണ്ടുകൾ അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. അവ വരണ്ടതിന് ശേഷം മാത്രമേ ബാക്കി ഇല ഇട്ടത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാവുള്ളൂ.
ചീര ഇട്ടതിന് ശേഷം അതിലേക്ക് ശകലം ഉപ്പ് ഇട്ടാൽ മതി. ഇലക്കറി ആയതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പേ ആവശ്യം വരികയുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുക. ചീരയില വെന്തതിന് ശേഷം അതിലേക്ക് അല്പം തേങ്ങയും ഇട്ട് നല്ലപോലെ ഇളക്കി വഴറ്റി വയ്ക്കുക. നിങ്ങളുടെ പാകത്തിന് വെന്തു എന്ന് തോന്നുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.